സീരിയൽ ചെയ്യുന്ന ഓരോരുത്തർക്കും അറിയാം. ഇപ്പം ഞങ്ങൾ കഷ്ടപ്പെടുന്നില്ല എന്ന് പറയുന്നെങ്കിൽ മേ ബി അവരുടെ ക്യാരക്ടർ അങ്ങനെ ആയിട്ടായിരിക്കാം. പക്ഷെ ഞാൻ അങ്ങനെ നല്ല ക്യാരക്ടർ ചെയ്യുന്ന ഒരാളാണ്, നല്ല കഷ്ടപ്പെട്ടിട്ടാണ്. അതുകൊണ്ട് എനിക്ക് ആരുടെ സിമ്പത്തി വേണ്ട, ഞാൻ സിമ്പത്തിയിൽ ജീവിക്കുന്ന ആളും അല്ല. എനിക്ക് ആരുടെ മുമ്പിൽ കൊണ്ടുവന്ന് എൻ്റെ ജീവിതം തുറന്നു വെച്ചിട്ട് എൻ്റെ ജീവിതം ഇതാണ് നടന്നതെന്ന് പറയാൻ എനിക്ക് ഇഷ്ടമല്ല. അന്നും ഇഷ്ടമല്ല, ഇന്നും ഇഷ്ടമല്ല, അതെനിക്ക് ഒരിക്കലും ഇഷ്ടമല്ല. പക്ഷെ ഒരു കാര്യം പറയാം, ഒരിക്കലും ഒരാൾ പറയുന്നത് കേട്ടിട്ട് ഒരു മനുഷ്യനെ നമ്മളൊന്നും പറയരുത്. അതെൻ്റെ ലൈഫിൽ ഞാൻ പഠിച്ചതാണ്. നമ്മൾ മുന്നേയൊക്കെ പല കേസുകളും ഇപ്പം ആണുങ്ങൾ സ്ത്രീകളെ ഇതാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ആ ആണിനെ പാടെ നമ്മൾ പറയും. ഇവ ഇങ്ങനെ കാണിച്ചതെന്ന് നമ്മൾ പറയും. പക്ഷെ ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ പറയില്ല അങ്ങനെ. ഒരിക്കലും പറയാം, രണ്ട് ഭാഗവും കേൾക്കാതെ ഒരിക്കലും ഒരു മനുഷ്യനെ നമ്മളൊന്നും പറയരുത്, ഒരിക്കലും പറയരുത്. അത് ഏറ്റവും വലിയ തെറ്റാണ്. പിന്നെ 3 പേരുടെ ഉള്ളിൽ നടന്ന ഒരു പ്രശ്നം ആ 3 പേർക്ക് അറിയാം അവിടെ എന്താണ് നടന്നിട്ടുള്ളതെന്ന്. ഇപ്പൊ സിമ്പതിക്ക് വേണ്ടിയിട്ട് പലരും വന്നിരുന്ന് പലതും പറയും, എന്നെ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു, വോയിസ് റെക്കോർഡ് വെളിയിൽ വന്ന് എല്ലാം ചെയ്തു. ഞാൻ ഒരു വോയിസ് റെക്കോർഡിന്റെ കാര്യം മാത്രമേ ഇപ്പൊ പറയാം. അത് കേട്ടിട്ടുണ്ടോ? ആ വോയിസ് റെക്കോർഡ് ഒരു മിനിമം കോമൺ സെൻസ് ഉള്ള ആൾക്ക് കേട്ടാ അറിയാം അത് എഡിറ്റഡ് ആണ്, അത് കട്ട് ചെയ്തിട്ടുണ്ട്. അത് ചേട്ടന് തോന്നിയിട്ടുണ്ട് അത് കേട്ടിട്ട് കട്ട് ചെയ്ത് അത് എഡിറ്റ് ചെയ്ത് വെച്ചതാണ്. അത് മേ ബി എനിക്ക് അത് ആയതുകൊണ്ട്, അതങ്ങനെ എഡിറ്റഡ് ആണെന്ന് എനിക്കറിയാവുന്നത് കൊണ്ട് അതെനിക്ക് ഒരു പ്രാവശ്യം കേട്ടപ്പോൾ മനസ്സിലായി. പക്ഷെ എനിക്കറിയില്ല, ഏതൊരു യൂട്യൂബർ വന്നിട്ട് ഒരു പ്രാവശ്യം ഒരു ഇന്റർവ്യൂ അതെനിക്ക് ആരോ അയച്ചായിരുന്നു, പറയുന്നുണ്ട് അതിനകത്ത് ഇത് ഇങ്ങനെയല്ല, ഇത് എഡിറ്റ് ചെയ്തതാണ്. ആ ചേട്ടൻ തന്നെ വന്നിരുന്നു, ഏതൊരു ചേട്ടൻ എനിക്ക് അറിയില്ല കേട്ടോ, വന്നിട്ട് അത് കേക്ക് അതൊരു മിനിമം കോമൺ സെൻസ് ആണ്. അത് എഡിറ്റ് എന്തുകൊണ്ട് അതിന്റെ ഫുൾ ഇതാരും ചോദിച്ചില്ല. അങ്ങനെ കുറെ സംഭവം ഉണ്ട്. അപ്പം 3 പേർക്കുള്ളിൽ നടക്കുന്ന ഒരു സാധനത്തിന് വെറുതെ കേട്ടിട്ട് അവരങ്ങനെയാണ് അവരിങ്ങനെയാണെന്ന് ജഡ്ജ് ചെയ്യാൻ ലോകത്ത് ആർക്കും അവകാശമില്ല. കാരണം ഇന്ന് ഞാൻ നല്ലതാണോ എന്ന് എന്നോട് തന്നെ ചോദിക്കണം. അപ്പൊ എനിക്കേ അറിയത്തുള്ളൂ ഞാൻ എന്തൊക്കെ ചെയ്യുന്നുണ്ട്, ഞാൻ എത്രമാത്രം നല്ലതാണെന്ന് എനിക്കേ അറിയുള്ളൂ. അതേപോലെ ഓരോ വ്യക്തികൾക്കും അവർക്കേ അറിയത്തുള്ളൂ അവരുടെ ലൈഫിൽ എന്താ നടക്കുന്നതെന്ന്. പുറത്തുനിന്ന് ഒരാൾക്ക് പലതും പറയാം. ഇപ്പൊ തന്നെ എനിക്ക് അറിയില്ല. ഞാൻ ആ ടൈമില് ഞാൻ ശരിക്കും പറഞ്ഞാല് ആ ടൈമിൽ ഞാൻ എൻ്റെ റൂം ചെന്നൈയിൽ എനിക്കൊരു അപ്പാർട്ട്മെന്റ് ഫ്ലാറ്റാണ് ഇവർ തന്നിരിക്കുന്നത്. അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുന്ന ടൈമിൽ ഞാൻ ഒറ്റയ്ക്കാണ് ആ ഫ്ലാറ്റിനുള്ളിൽ. ഇപ്പം എൻ്റെ കൂടെ ശ്രീ ഉണ്ട്, അന്ന് എൻ്റെ കൂടെ ശ്രീ ഇല്ലായിരുന്നു. അപ്പം ഞാൻ ഇപ്പം ഒറ്റയ്ക്ക് ഇരിക്കുക അതിനകത്ത്. ഇങ്ങനെ പല പല പ്രശ്നങ്ങൾ നടന്ന് എനിക്ക് ചുറ്റും എന്തൊക്കെയാണ് ബോംബ് പൊട്ടിക്കൊണ്ടിരിക്കുക. അപ്പം അതിനിടെ വേറെ പല സംഭവങ്ങൾ നടക്കുന്നു, കുറേ സംഭവം അങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. അപ്പം എനിക്ക് ആകെയുള്ളത് ഈ ഒരു സാധനം മാത്രമേ ഉള്ളൂ. ഞാൻ ഇതിനകത്ത് എടുത്തു വെച്ച് ഞാൻ ഈ ഇന്റർവ്യൂ സാധനങ്ങളൊന്നും ഞാൻ കാണാറില്ലായിരുന്നു. പക്ഷെ കുറേ പേര് എനിക്കിങ്ങനെ അയച്ചുകൊണ്ട് ഇതെന്താ നടക്കുന്നതെന്ന് ചോദിച്ചിട്ട് അയച്ചുകൊണ്ടിരുന്നു. പക്ഷെ എന്നോടൊന്നും ചോദിക്കാത്ത ആളുകളുണ്ട്. കാരണം എന്നെ അറിയാവുന്ന ആളാണ് ഞാൻ. എല്ലാവരുടെ അടുത്തും പൊതുവെ പെട്ടെന്ന് ഞാൻ ഒരു സ്ഥലത്ത് പോയാൽ എല്ലാവരും മിങ്കിളാവുന്ന ഒരാളാണ് ഞാൻ. എല്ലാവരോടും സംസാരിക്കും. എനിക്ക് ആണ് പെണ്ണ് അങ്ങനെയൊന്നുമില്ല. ഞാൻ എല്ലാവരും നല്ല ഓപ്പണായിട്ട് സംസാരിക്കുന്ന ഒരാളാണ്. പിന്നെ സംശയമുള്ളത്, ഒരു സംശയ രോഗമുള്ളത് എൻ്റെ ഒരു കുറ്റമല്ല, അതിന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എനിക്കേ അറിയത്തുള്ളൂ അവിടെ എന്താണ് നടന്നതെന്നുള്ളത് എനിക്കറിയാം. ഇപ്പൊ ആ ഒരു ആൾക്കറിയാം അവിടെ എന്താ നടന്നിട്ടുള്ളത്. ഇത് പെർഫെക്റ്റ് ആവാൻ ശ്രമിക്കുന്ന ആള് സിമ്പതി ക്രിയേറ്റ് ചെയ്യും, പലതും ചെയ്യും. അതിനൊരു വെപ്പണായിട്ട് അവർക്ക് ഒരു സംഭവം കൂടെ ആ കൂട്ടത്തിൽ ഉണ്ടായി. അപ്പൊ സിമ്പതി എന്നും ഒരു പെണ്ണ് കരഞ്ഞ് അല്ലെങ്കിൽ അങ്ങനെയാ ഇങ്ങനെയാന്ന് പറഞ്ഞാൽ അവർ അഭിനയിച്ചാലും അത് മനസ്സിലാവുമെങ്കിൽ പോലും അയ്യോ ആ പെണ്ണ് കരയുന്നു എന്ന ആളുകൾ പുറകെ പോവുള്ളൂ, അല്ലാതെ ഒന്നുമില്ല. പിന്നെ ഏറ്റവും കൂടുതൽ എനിക്ക് ഷോക്കായെന്ന് വെച്ചാൽ തമിഴ്നാട്ടിൽ നടക്കുന്ന ഒരു സംഭവം ഇത്. അവിടെ ഭയങ്കര ഇതിൽ പൊയ്ക്കൊണ്ടിരിക്കുക. ഞാൻ ഞെട്ടിപ്പോയത് അവിടെ കുറച്ച് ഇത്രേ വന്നോള്. ഇവിടുത്തെ ന്യൂസ് എടുത്ത് നോക്കിയപ്പോഴേ എൻ്റെ പൊന്നു ചേട്ടൻ, ഞാനത് ഓപ്പൺ ചെയ്തപ്പം ഫസ്റ്റ് കാണുന്നത് എന്തോ ഹോട്ടൽ ദൃശ്യം പുറത്ത്. എങ്ങനെ ഇരിക്കും ഹോട്ടൽ ദൃശ്യം പുറത്ത്? എന്തൊക്കെയായി? അതായത് ഒരു ആൺകുട്ടിയോട് മിണ്ടിയാൽ അടുത്ത ഇന്നലെ ഒരു പ്രശ്നം നടന്ന അടുത്ത വരുന്ന ഹെഡ്ലൈനാണ് ഹോട്ടൽ ദൃശ്യം പുറത്തുനിന്ന്. എങ്ങനെ ഇരിക്കും? ഞാൻ ഒന്നാമത് ആ ടൈമിൽ കുറച്ച് മെന്റലി കുറച്ച് ഡൗൺ ആയി. എന്നാലും ഞാൻ മെന്റലി സ്ട്രോങ് ആയിട്ടിരിക്കും. കാരണം ഞാൻ എന്നെ ആരുടെ മുമ്പിൽ ഞാൻ വിട്ടുകൊടുക്കില്ല. ഞാൻ സ്ട്രോങ് ആയിട്ട് നിന്നാൽ എനിക്ക് വേണ്ടിയിട്ട് ഞാൻ സ്ട്രോങ് ആയിട്ട് നിൽക്കണം, അല്ലാതെ എനിക്ക് വേണ്ടി ആരും സ്ട്രോങ് ആയിട്ട് നിൽക്കില്ല. എന്നെ സ്നേഹിക്കുന്ന കുറേ ആളുകളുണ്ട് എനിക്ക് കൂട്ടായിട്ട് നിൽക്കാനായിട്ട്. ഞാൻ അവർക്ക് വേണ്ടി ഞാൻ നിൽക്കും. എന്നെ ഞാൻ സ്നേഹിക്കുന്നുണ്ട്, അത്രയേ ഉള്ളൂ. അപ്പം ഞാൻ ഈ സാധനമൊക്കെ കണ്ടപ്പോഴേ ഈ ഹെഡ്ലൈൻസ് ആണ് സഹിക്കാൻ പറ്റാത്തത്. എനിക്കറിയല. ഇന്ന് വെറുതെ ഒന്ന് അൻഷിതാന്ന് അടിച്ചു നോക്കിയാ ഇതിനകത്ത് വരും എന്താ ഹോട്ടൽ ദൃശ്യം പുറത്ത്. പക്ഷെ എനിക്കിപ്പോഴും മനസ്സിലാവാത്ത ഈ എഴുതിയിടുന്നവരുടെ വീട്ടില്
അമ്മയും അച്ഛനും പെങ്ങളും അല്ലെങ്കിൽ ഭാര്യ ഒന്നും ഇല്ലേന്ന് ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്. എന്ന് വെച്ചാൽ മറ്റുള്ളവരുടെ ജീവിതം വിറ്റ് കഴിക്കുന്നത് സത്യമായിട്ടും ദഹിക്കില്ല. ഇവിടെ എന്ന് പറയുന്ന ഒരു ഹിറ്റ് സീരിയൽ നമുക്ക് ആർക്കും മറക്കാനാകില്ല. പുതിയ പുതിയ കഥാപാത്രങ്ങളെയും പുതിയ താരങ്ങളെയും ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടാണ് ഏഷ്യാനെറ്റ് പലപ്പോഴും എത്താറുള്ളത്. ഏഷ്യാനെറ്റിന്റെ പല സീരിയലുകളും എടുത്തു നോക്കുമ്പോൾ അതിലെ പല മെയിൻ ക്യാരക്ടേഴ്സും വരുന്നത് പുതിയ താരങ്ങളായിരിക്കും. അവരെ പ്രേക്ഷകർ ഇരു കൈയും നീട്ടി സ്വീകരിക്കാറുമുണ്ട്. അത്തരത്തിൽ ഏഷ്യാനെറ്റിലെ കൂടെവിടെ എന്ന സീരിയലിലൂടെ മലയാളികൾക്ക്, പ്രത്യേകിച്ചും കുടുംബ പ്രേക്ഷകർക്ക് ഏറെ ഇഷ്ടം തോന്നിയ നടിയാണ് അൻഷിത അഞ്ജി. കൂടെവിടെ എന്ന സീരിയലിലെ സൂര്യ കൈമൾ എന്ന കഥാപാത്രമായിട്ടാണ് അൻഷിത നമുക്ക് മുന്നിൽ എത്തിയത്. വളരെ പാവപ്പെട്ട കുടുംബത്തിൽ നിന്ന് വന്ന അൻഷിത തന്റെ ജീവിതം തന്നെയാണ് സീരിയലിലും കാണിച്ചു തന്നത്. എന്നാൽ പിന്നീട് അൻഷിതയെ തേടിയെത്തിയത് വലിയ വലിയ വിവാദങ്ങളാണ്. സത്യം പറഞ്ഞാൽ നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കണം. നമ്മളൊരു അതായത് ഇങ്ങനത്തെ സംസാരങ്ങൾ വരുമ്പോൾ ഉറപ്പായിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്ത്, പ്രത്യേകിച്ച് ആണുങ്ങൾ റെക്കോർഡ് ചെയ്ത് വെക്കണം. പക്ഷെ ഞാൻ ഞെട്ടിപ്പോയെന്ന് ഈ എഡിറ്റിംഗ് വേർഷൻ കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. എനിക്കറിയില്ല ഇനി എന്തൊക്കെ എഡിറ്റിംഗ് വേർഷൻസ് തരുമെന്ന് വെച്ചാൽ പറഞ്ഞ സാധനങ്ങളെ വെട്ടി ഞാൻ പറഞ്ഞത് മാത്രം വിട്ട് അങ്ങനെയാണ് അത് വെളിയിൽ വന്നിരിക്കുക. എനിക്കറിയാലോ, ഞാൻ സംസാരിച്ച സാധനം എനിക്കറിയില്ലേ. ഇനി ഞാൻ സംസാരിക്കാത്ത സാധനം എനിക്ക് വരുമോന്നൊന്നും എനിക്കറിയത്തില്ല. ടെക്നോളജി അത്ര വളർന്നിരിക്കുന്നു. പിന്നെ കുഴപ്പമില്ല, പക്ഷെ കാണും. ദൈവമുണ്ട്, അതുകൊണ്ട് ഞാൻ എല്ലാം ദൈവത്തിന് വിട്ടു. ഞാൻ എപ്പോഴും പറയാനുണ്ട്, ദൈവം എനിക്ക് തരുന്നത് എൻ്റെ ലൈഫിലെ ഓരോ സാധനവും എനിക്ക് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ളത് ദൈവം എനിക്ക് തന്നിട്ടില്ല ഇന്നേ വരെ. കൂടെവിടെ ചെയ്യുന്നതിന് മുമ്പേ ഞാൻ ചെറിയ ചെറിയ ക്യാരക്ടേഴ്സൊക്കെ ചെയ്തിട്ടുണ്ട്. കൂടെവിടെ ചെയ്യുന്നതിന് മുമ്പേ ഏഷ്യാനെറ്റിൽ എന്നെ ഒരു മെയിൻ സീരിയലിലെ നായികയായിട്ട് വിളിച്ചു. അതെൻ്റെ കയ്യിൽ നിന്ന് പോയി. പക്ഷേ ഞാൻ ഇന്ന് ചെയ്യുന്ന കൂടെവിടെയാണ് ഏറ്റവും ബെസ്റ്റ്. ഏറ്റവും ബെസ്റ്റ് അതാണ്. ആ സീരിയലിനെ വെച്ച് നോക്കിയാൽ ഏറ്റവും ബെസ്റ്റ് കൂടെവിടെയാണ്. അപ്പം ദൈവം എനിക്ക് ബെസ്റ്റാണ് തന്നത്. അതെനിക്ക് ചെല്ലമ്മ ഏറ്റവും ബെസ്റ്റ് ക്യാരക്ടറാണ് തന്നത്. അതേ കണക്കൊരു ക്യാരക്ടർ ആരും ചെയ്യുന്നില്ല ഞാൻ ഉറപ്പായിട്ടും പറയാം. എന്ന് വെച്ചാൽ അമ്മ ഒരു ക്യാരക്ടർ പെർഫോം ചെയ്യാനുണ്ട്, ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ പെർഫോം ചെയ്യാനുണ്ട്. ഇന്ന് തന്നെ ഇവള് വന്നിട്ട് എന്നെ എന്നോട് എന്താ അഞ്ച് കറുത്തു പോയല്ലോ എന്ന് പറഞ്ഞിട്ട്, ഞാൻ കൈ ഇത്രയുള്ള ഇട്ട് എൻ്റെ കൈ, ഞാൻ ഇപ്പോൾ ഫുൾ കൈ ഇടുന്നതിന് മെയിൻ റീസൺ ടാൻ അറിയാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടുന്ന് ഫുൾ കറുത്തിരിക്കുക, എൻ്റെ മുതുക് ഫുൾ കറുത്തിരിക്കുക, ബ്ലൗസ് ഇടുന്ന ഇതിൽ ഫുൾ കറുത്തിരിക്കുക. ഞാൻ നന്നായിട്ട് കഷ്ടപ്പെടുന്നുണ്ട് ചേട്ടാ, വെയിലത്ത് നന്നായിട്ട് കഷ്ടപ്പെടുന്നുണ്ട്. നമ്മൾ വിചാരിക്കുന്ന വെയിലല്ല ചെന്നൈ വെയിൽ. നന്നായിട്ട് വെയിലത്തും മഴയത്തും ഒക്കെ ഞാൻ നന്നായിട്ട് കഷ്ടപ്പെടുന്നുണ്ട്. സൈക്കിൾ ചവിട്ടി കൊച്ചിനെ എടുത്തോടി ഒക്കെ കഷ്ടപ്പെടുന്നുണ്ട്. അത് എനിക്ക് ഞാൻ ചെയ്യുന്ന ഓരോ ക്യാരക്ടേഴ്സിനോടുള്ള എൻ്റെ ഇഷ്ടമാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ എപ്പോഴും ഒരു കാര്യമുള്ളൂ, ദൈവം ഉണ്ട്, ഇതിനൊക്കെ ഉള്ളത് ദൈവം കൊടുക്കും. അന്ന് ഈ ഇഷ്യൂ ഒക്കെ ഉണ്ടായ സമയത്ത് ഇവിടെ നമ്മളുടെ ജോലിനെയും നമ്മളുടെ സഹപ്രവർത്തകരെ എന്തെങ്കിലും ഓഫർ വന്നിട്ടുണ്ടെങ്കിൽ അതിനെയൊക്കെ ബാധിച്ചിട്ടുണ്ടായിരുന്നു ഈ ഇഷ്യൂ? എനിക്ക് ആ ടൈമിൽ വേറെ ഓഫേഴ്സ് ഒന്നും വന്നിട്ടില്ല. അങ്ങനെ ഞാൻ ഇപ്പോൾ ഓൾറെഡി ചെയ്യുന്നതുകൊണ്ട് അങ്ങനെയൊന്നും ഇല്ലല്ലോ. പക്ഷെ മെന്റലി നമ്മളെ കുറച്ച് ഡൗൺ ആക്കാൻ പല സൈഡിൽ നിന്നും ശ്രമിച്ചു. എന്നുവെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ വളർച്ച ഇഷ്ടമില്ലാത്ത ആളുകളുണ്ട്. അപ്പൊ അവര് നമ്മളെ കിട്ടിയ അവസരത്തിൽ ചവിട്ടി താഴ്ക്കുക എന്ന് പറയില്ലേ. അല്ലാതെ ഞാൻ നോർമലായിട്ടിരിക്കുമ്പോൾ എന്നെ ആർക്കും ചവിട്ടി താഴ്ക്കാൻ പറ്റത്തില്ല. അപ്പൊ ആ ഒരു ഇതിൽ അവർക്ക് അറിയാം മെന്റലി ഇവള് വീക്കാണ് എന്നുള്ള ടൈമിൽ മെന്റലി കുറച്ച് എന്നെ ഒന്നും കൂടി വീക്കാക്കാൻ നോക്കി. പക്ഷെ വിട്ടുകൊടുത്തില്ല. എത്രയൊക്കെ നമ്മൾ ബോൾഡാണെന്ന് പറഞ്ഞാലും ആ സമയത്ത് നമ്മൾ ഒരുപാട് പ്രശ്നത്തിലൂടെ എത്ര ബോൾഡാന്ന് പറഞ്ഞാലും എല്ലാവരും മനുഷ്യന്മാരാണ്. ഞാൻ ഭയങ്കര വലിയൊരു സംഭവം തന്നെ ഇവിടെ ഇതിൻ്റെ ഇടയ്ക്ക് നടന്നിട്ടുണ്ട്. പക്ഷെ എനിക്കത് ഷെയർ ചെയ്യാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ അത് പറയുന്നില്ല. എന്ന് വെച്ചാൽ നമ്മൾ വിട്ടുപോകും, നമ്മൾ മൊത്തത്തിൽ നമ്മൾ വിട്ടുപോകും, നമ്മളെ മൈൻഡും കാര്യങ്ങളും ഒക്കെ വിട്ടുപോകും. നമ്മൾ എന്തിന് എന്ന് തോന്നും. തമിഴിലേക്ക് ചേക്കേറിയതോടെ അൻഷിത കുറച്ചുകൂടി പ്രശസ്തയായി മാറി. തമിഴിലെ ചെല്ലമ്മ എന്ന സീരിയലാണ് അൻഷിതയ്ക്ക് വലിയൊരു പേര് നേടിക്കൊടുത്തത്. ഒരു അഭിനേത്രി എന്ന നിലയ്ക്ക് ഒരുപാട് പ്രകടനം കാഴ്ചവെക്കാനുണ്ടായിരുന്ന സീരിയൽ തന്നെയായിരുന്നു ഇത്. എന്നാൽ ആ സീരിയലിലെ നടനായ അർണവും അൻഷിതയും തമ്മിൽ എന്തോ അടുപ്പമുണ്ടെന്ന രീതിയിൽ ഒരു ഫോൺ കോൾ ലീക്ക് ആവുകയും തുടർന്നുള്ള വലിയ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. താരദമ്പതികളായ ദിവ്യ ശ്രീധറും അർണവ് അംജദും തമ്മിലുള്ള സ്വാരസ്യങ്ങൾ തമിഴ് സിനിമാ ലോകത്ത് വലിയ ചർച്ചാ വിഷയമായി. രണ്ടാമത്തെ കുഞ്ഞിനെ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് അർണവിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി ദിവ്യ എത്തി. ഗാർഹിക പീഡനം, ഗർഭഛിദത്തിനുള്ള ശ്രമം, അവിഹിത ബന്ധം ഇവയൊക്കെ ദിവ്യ അർണവിനെതിരെ ആരോപിച്ചു. സീരിയലിൽ കൂടെ അഭിനയിക്കുന്ന അൻഷിത അക്ബർ ഷായുമായി അർണവ് പ്രണയത്തിലാണെന്നും തന്നെ ഒഴിവാക്കി അൻഷിതയെ വിവാഹം കഴിക്കാൻ അർണവ് പദ്ധതിയിടുന്നുണ്ടെന്നും ദിവ്യ ആരോപിച്ചിരുന്നു. എന്നാൽ ഇതെല്ലാം നിഷേധിച്ച് അർണവും അൻഷിതയും രംഗത്തെത്തിയിരുന്നു. ആദ്യ വിവാഹത്തിലെ ബന്ധത്തിൽ മകളുള്ള കാര്യം മറച്ചുവെച്ചാണ് ദിവ്യ തന്നെ വിവാഹം ചെയ്തത് എന്നായിരുന്നു അർണവ് പറഞ്ഞത്. ഞാൻ എൻ്റെ പേഴ്സണൽ അനുഭവം ഞാൻ പറയാം. എന്നെ അറിഞ്ഞൂടാത്ത വ്യക്തികളുണ്ട്.
അൻഷിത എന്നൊരു ആക്ട്രസ് ഉണ്ട്, ഇപ്പം വിജയ് ടി വിയിൽ ഏഷ്യാനെറ്റിൽ ഇങ്ങനെ സീരിയൽ ചെയ്യുന്ന ഇന്നൊരു ആർട്ടിസ്റ്റ് ഉണ്ടെന്ന് അറിയാം. അല്ലാതെ പേഴ്സണലി എന്നെ കണ്ടിട്ടുണ്ടാവില്ല, എന്നെ അറിയില്ല. ഇവരൊക്കെ ആയിരിക്കാം ചിലപ്പോൾ കുറ്റം പറയുന്നത്. അതിനിപ്പോ എനിക്കൊന്നും ചെയ്യാം. അത് ഞാൻ എപ്പോഴും പറയുന്നത്, ഞാൻ അവരെക്കാട്ടിലും 10 പടി മുകളിലാ. അതുകൊണ്ട് അവർക്ക് എന്നെ കുറ്റം പറയുമ്പോൾ ഒരു മനസ്സുഖം കിട്ടുമായിരിക്കും. അതുകൊണ്ട് അവർ പറയട്ടെ, സന്തോഷമായിട്ടിരിക്കട്ടെ. മറ്റുള്ളവരുടെ സന്തോഷമാണല്ലോ നമ്മുടെ സന്തോഷം, അത്രേ ഉള്ളൂ. ഈ ഇഷ്യൂ ഉണ്ടായ ദിവസങ്ങളുണ്ടല്ലോ, അതായത് തമിഴ്നാട്ടില് ചർച്ചയാവുന്നു, പല യൂട്യൂബ് ചാനലുകാർ വന്ന് റിയാക്ട് ചെയ്യുന്ന അവരുടെ ഇന്റർവ്യൂസ് എടുക്കുന്നുണ്ട്. കുറെ കോൾസ് വന്നു, എനിക്കറിയാം 100+. എന്റെ ലൈഫിൽ ആദ്യം 100+ മിസ് കോൾസ്. ഞാൻ ഒരു രാത്രി രാവിലെയൊക്കെ എണീറ്റ് തോന്നുന്നു 100+ ഇങ്ങനെയൊക്കെ വരുന്നത് മെസ്സേജസ്. അയ്യോ അറിയല്ല എന്താന്ന്. ഞാൻ ഇൻസ്റ്റാഗ്രാം ഒക്കെ പ്രൈവറ്റ് ആക്കി ഇട്ടു. എന്ന് വെച്ചാൽ ചിലപ്പോ ഇത് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോ നമ്മള് ആത്മഹത്യ പ്രേരണ എന്ന് പറയില്ലേ, ചിലപ്പോ നമ്മൾ ചെയ്തു കളയും. അമ്മാതിരത്തെ മെസ്സേജ് ആയിരുന്നു. അതുകൊണ്ട് ഞാൻ ഇത് പ്രൈവറ്റ്, കാരണം എന്റെ മനസ്സിന് വിട്ടു പോവരുതല്ലോ, ഞാൻ പിടിച്ചു വെക്കേണ്ടത്. അതുകൊണ്ട് ഞാൻ എല്ലാം പ്രൈവറ്റ് ആക്കി ഇട്ടു. അങ്ങനെ ഞാൻ ഈ പറഞ്ഞ പോലെ ഒരുപാട് മലയാളം ഓൺലൈൻ ചാനലൊക്കെ ഈ പറഞ്ഞ സെലിബ്രേറ്റ് ചെയ്തൊരു ന്യൂസ്. മലയാളം ഓൺലൈൻ ചാനലിനെ കുറിച്ച് പറയരുത് ചേട്ടാ, ഞാൻ വെറുത്തുപോയി. അതായത് നമ്മള് നല്ലതായിട്ട് നമ്മളിപ്പോൾ ഞാൻ കൂടെവിടെ എന്നൊരു സീരിയൽ ചെയ്തപ്പം, അല്ലെങ്കിൽ ഞാൻ വന്ന് എന്തെങ്കിലും പറയുമ്പോൾ അതവർ ആഘോഷിച്ചു. അതിനെ അവർ ആഘോഷിച്ചു. ഇന്ന കുട്ടി നല്ലതാണ്, ഇതാണ്, ഈ കുട്ടി ഇത് ചെയ്യുന്നു, ഈ കുട്ടി അവിടെ പോയി. നമ്മൾ പോകുന്നിടത്ത് എല്ലാം ന്യൂസാണ്. ഇത് നോക്കിയാൽ യൂട്യൂബ് നോക്കിയാൽ എല്ലാം ന്യൂസാണ്. ആ പറഞ്ഞ കൊണ്ട് തന്നെ ഒരു പ്രശ്നം വന്നപ്പോൾ എന്താണ് അവിടെ നടന്നതെന്ന് പോലും അവർക്ക് അറിയില്ല. ഞാൻ ചോദിക്കുക, ഇപ്പൊ ചേട്ടൻ ഇപ്പൊ ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് ചേട്ടൻ ഇറങ്ങിപ്പോയി പറയാണ്, ആ ചേട്ടൻ വേണ്ട, പെണ്ണ് പറഞ്ഞാലേ എല്ലാത്തിനും വിലയുള്ളൂ. ഞാൻ ഇറങ്ങിപ്പോയിട്ട് പറയാണ്, ആ ചേട്ടൻ എന്നെ കയറി പിടിച്ചു, ആ ചേട്ടൻ ഇത് വളരെ മോശമായി സംസാരിച്ചു എന്ന് ഞാൻ പറയുക. തീർന്നു, ചേട്ടന്റെ കഥ കഴിഞ്ഞു. അതാണ് ഇന്നത്തെ ലോകം. അതാണ് ഇന്ന് നമ്മളൊന്നും ചെയ്തില്ലെങ്കിലും സിമ്പതി. പെണ്ണുങ്ങൾക്ക് ഇന്ന് ഏറ്റവും നന്നായിട്ട് കളിക്കാൻ പറ്റിയ ഒരു സാധനം കണ്ണുനീര്. അപ്പൊ എന്തുകൊണ്ടന്ന് ആ സമയത്ത് പ്രതികരിക്കാതിരുന്നത്? ഞാൻ പറഞ്ഞില്ല, എനിക്ക് ആ ടൈമിൽ എന്താ വെച്ചാൽ എനിക്ക് എനിക്ക് 25, എനിക്ക് 24 വയസ്സുള്ളൊരു പെങ്കൊച്ചാണ് ഞാൻ. എത്രയെന്ന് പറഞ്ഞാൽ നമ്മൾ ബോൾഡായി നിൽക്കുന്നതിനൊരു പരിധിയുണ്ട്. ഞാനൊരു മനുഷ്യനാണ്, ഞാനൊരു മനുഷ്യ സ്ത്രീയാണ്. ബോൾഡായി നിൽക്കുന്നതിനൊരു പരിധിയുണ്ട്. ഞാൻ എനിക്ക് എല്ലാവരുടെ മുമ്പിൽ കരയാറില്ല. ആ ടൈം എന്ന് വെച്ചാൽ ഞാൻ പൊട്ടി നിൽക്കുന്ന സമയമാണ്. അതെന്നെ വളരെ അടുത്തവർക്കൊക്കെ അറിയാം, അടുത്തറിയാവുന്ന ആളുകൾക്കറിയാം. എന്നെ 24 മണിക്കൂർ വിളിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്, അതായത് എന്നെ അടുത്തറിയാവുന്നവർ. എൻ്റെ അമ്മ ഭയങ്കര പേടിയായിരുന്നു, ഞാൻ എന്തെങ്കിലും ചെയ്തു കളയുമോ എന്നൊക്കെ ഭയങ്കര പേടിയാന്ന് വെച്ചാൽ, എനിക്ക് ആരും ഉണ്ടാക്കി തന്നതല്ല അൻഷിത എന്നൊരു ആർട്ടിസ്റ്റ് ഉണ്ടെന്നുള്ള പദവി എനിക്ക് ആരും ഉണ്ടാക്കി തന്നതല്ല. എൻ്റെ അമ്മ കഷ്ടപ്പെട്ട് ഒരു ഫീൽഡിൽ എന്നെ കൊണ്ടുവന്ന്, അതായത് എൻ്റെ അമ്മ എടുത്ത എഫേർട്ടാണ് ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കുന്നത്. എനിക്ക് അഭിനയിക്കാൻ ഇഷ്ടമല്ലായിരുന്നു. അതിനുശേഷം എൻ്റെ അമ്മ എടുത്ത എഫേർട്ട് ഞാൻ ഇന്ന് വന്ന് ഞാൻ നന്നായിട്ട് കഷ്ടപ്പെട്ട് എടുത്തൊരു പേരാണ് അൻഷിത എന്നൊരു ആർട്ടിസ്റ്റ് ഉണ്ടെന്നുള്ളത്. അതുകൊണ്ട് എനിക്ക് നാട്ടുകാരെല്ലാം ബോധിപ്പിക്കണ്ട, എനിക്ക് എന്നെ അറിയുന്ന ആളുകളെ ബോധിപ്പിച്ചാൽ മതി. എൻ്റെ അമ്മയൊക്കെ എന്നെ വീട്ടിൽ നിന്ന് വെച്ചാൽ ആരും വിശ്വസിക്കില്ല, എത്രയും വലിയ പ്രശ്നം നടക്കുക. വിളിച്ചാൽ എൻ്റെ ബ്രദർ എല്ലാവരും എന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, നീ എന്താണെന്ന് ഞങ്ങൾക്കറിയാം, നീ ഒരാണിനോട് എങ്ങനെ മിണ്ടും, നീ എന്താണെന്ന് ഞങ്ങൾക്കറിയാം, അതുകൊണ്ട് ഇത് വിട്ടേക്ക് എന്നേ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ എൻ്റെ അടുത്ത് ഒരു ചോദ്യം അതിൻ്റെ അപ്പുറം ഇപ്പുറം ചോദിച്ചിട്ടില്ല.